ഹലോ നമുക്കിന്ന് മുട്ടക്കറി ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ടക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: വെളുത്തുള്ളി ഒരു 10-12 അല്ലി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, മല്ലിയിലുണ്ട്, കുറച്ച് പുതിനയിലുണ്ട്. പുതിനയിലയുടെ കുറച്ച് പഞ്ചൻ്റെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് അല്ല, അപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഏത് വേണം ഏത് വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. 4 ഏലക്കായ എടുത്തിട്ടുണ്ട്, കുറച്ച് പെപ്പർ കോൺസ് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഇതിലേക്കുള്ളതല്ല, വലിയ ഉള്ളിയാണ് എടുക്കുന്നത്. അത് 3 സവാള, ഒരു വലിയ കുഴപ്പമില്ലാത്ത 3 ഇടത്തരം, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം പ്ലസ് ഒരു ചെറിയ കഷ്ണം വെച്ചാൽ ആവശ്യത്തിന്, പച്ചമുളക് 3 തക്കാളി, പിന്നെ ഇപ്പുറത്തുള്ളത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ആൻഡ് ഇതിലേക്ക് പിന്നെ വേണ്ട 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് പെരുംജീരകം, പിന്നെ ഒന്ന് നല്ല ജീരകം, വേണമെങ്കിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മുട്ടക്കറിയുടെ ഇൻഗ്രീഡിയൻസ്. പ്ലസ് നമ്മൾക്ക് ഓയിൽ വേണം, ഒന്നില്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഓൾറൈറ്റ്, പാൻ ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ, കടലെണ്ണ, അങ്ങനെ എന്ത് എണ്ണ വെച്ചാൽ അത് ഒഴിക്കുക. വെജിറ്റബിൾ ഓയിൽ, ഗീ, ബട്ടർ, എന്തിനു വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ആദ്യം ഇടുന്നത് ഉലുവ പൊടിച്ചത്, പൊടിക്കുക ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഉലുവ. ശബ്ദം ഉണ്ടാക്കണില്ലല്ലോ. ഉലുവ ശബ്ദം അങ്ങനെ ഉണ്ടാക്കില്ല, ശബ്ദം ഉണ്ടാക്കുന്നത് കടുകാണ്. ഓക്കെ, ദിസ് ഇസ് ജീരകം. കുറച്ച് നല്ല ജീരകം ഇട്ടു, കുറച്ചും കൂടി ഇടാം. ജീരകം ഈസ് ഗുഡ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിങ് ഏജന്റ് എന്നുള്ള പോലെ നമുക്ക് കുറച്ച് പെരുംജീരകം ഇടാം. ഓക്കെ, സോട്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് മണം വേണ്ടേ. പിന്നെ ഇതിലേക്ക് 4 ഏലക്കായ അതിന് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ്സ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 4 ഇടാം. ഒരു ക്വസ്റ്റ്യൻ, എവിടെ മുട്ടക്കറി മുട്ട ശരി ഇതാക്കണം, ചൂടാക്കാൻ മീൻസ് പുഴുങ്ങണം. ഓക്കെ, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണാനുണ്ട്, മണക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. സവാള 3 അരിഞ്ഞ സവാള 3 ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഓക്കെ ഓക്കെ, അപ്പം ഉപ്പിൽ നിന്നാകുമ്പോൾ എന്താ വെച്ചാൽ ഉള്ളിലത്തെ വാട്ടർ കോണ്ടന്റിനെ ഡ്രൈ ആക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും ആൻഡ് വഴന്ന് കിട്ടും. ഓക്കെ, കുറച്ച് ഉപ്പിട്ടു നമ്മൾ, എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രൈ ചെയ്യാം. സമയമുണ്ട്. നമ്മുടെ അടുത്ത് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇഞ്ചി, പച്ചമുളക്, പെപ്പർ കോൺ, പിന്നെന്തുള്ളത് വെള്ളുള്ളി, ഗാർലിക്, ഇത്രയും സാധനങ്ങൾ. അത് ക്രഷ് ചെയ്യാൻ നന്നായിട്ട്, വല്ലാതെ ഫ്യൂസ് ആയിട്ട് അടിക്കേണ്ട, അതിന്റെ മുകളിലൊക്കെ കൂടി തെറിച്ച് വരും. എന്നാൽ തീരെ സോഫ്റ്റ് ആയിട്ട് വയ്ക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് തരും കേട്ടോ. എന്താ ചെയ്യണമെന്ന് സോഫ്റ്റ് ആക്കാൻ പാടില്ല, ഹാർഡാക്കാൻ പാടില്ല, ഒന്ന് ചൂസാക്കാൻ. ക്രഷ് ചെയ്ത് കഴിഞ്ഞോ? കാണിക്കുന്നല്ലേ, കാണാനില്ലേ? അത് ഇപ്പൊ കാണാണ്ട്. ഇനി നമ്മള് ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടത് മുഴുവനും ഇടാണ്. ഈ ഉള്ളി വഴന്നുകൊണ്ടിരിക്കുന്ന ഉള്ളിലേക്ക് കുറച്ച് ഫ്ലെയിം കുറയ്ക്കാം. ബാക്കിയെല്ലാം കിട്ടും. നമ്മൾ ഈ മസാല ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടണം. ഞാൻ ഒന്ന് കലക്കട്ടെ ആദ്യം. കലങ്ങിയിലൊക്കെ കുറച്ചും കൂടി വെള്ളം എടുക്കണം. സോ ഇത് ഒരു കലങ്ങാത്ത കൺസിസ്റ്റൻസി ആയിപ്പോയി. അപ്പോൾ ഇത് കലക്കിയിട്ട് എടുക്കുകയാണ് നല്ലത്. എടുക്കാം. വെള്ളത്തിൻ്റെ ഉള്ളിൽ 4 എണ്ണം, ഇവിടെ 4 കഴിഞ്ഞു. ഈ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് കാണിക്കാം. തക്കാളി ഇടാം. മസാലയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഒന്ന് ഹീറ്റായി, മസാലയൊക്കെ റോസ്റ്റായി. അങ്ങനെ റോസ്റ്റായി വരുമ്പോൾ നമുക്ക് തക്കാളി വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു 150 ml. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ ഇങ്ങനെ എന്താ പറയുക, പാറ്റേൺസ് വന്നു അതിൻ്റെ മുകളിൽ. എണ്ണ കിഞ്ഞു. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്യാം. വല്ലാതെ ഡിസൈൻ ആക്കിയിട്ട് ആഡ് ചെയ്യണ്ട, ബിക്കോസ് വിൽ ഹാവ് ടു മിക്സ് ഇറ്റ്. കുറച്ച് ആഡ് ചെയ്താൽ മതി. നാളെ പാസ്ത ഉണ്ടാക്കി തരണമെങ്കിൽ ക്രീം ഇട്ടിട്ട് മതി. ഇനഫ്. ക്രീം ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള മസാലയിൽ 1 ടീസ്പൂൺ മുളക് പൊടി,
1/4 to 1.5 ടീസ്പൂൺ എന്ത് പൊടി അത് മല്ലിപ്പൊടി. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ആൻഡ് 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ ഇതിലേക്ക് മസാലയായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു ക്രീമി ടെക്സ്ചർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ. വെരി ഗുഡ്. ക്രീം ഇട്ടിട്ട് പിന്നെ തിളപ്പിക്കൊന്നുമില്ല, ഗ്യാസ് പൂട്ടി ഒരു മിനിറ്റ് മാക്സിമം നമ്മളൊന്ന് ഇളക്കിയിട്ട് പൂട്ടി. ഇനി നമ്മൾ ഇതിലേക്ക് ഇലകൾ ഇടാം. എന്ന് വെച്ചാൽ മല്ലിയില, പുതിനയില ആൻഡ് കറിവേപ്പില, ഈ 3 ഇലകളും കൂടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മുട്ടയും കൂടി ചേർത്താൽ മുട്ടക്കറി റെഡി. വേണമെങ്കിൽ മുകളിൽ കൂടെ കുറച്ച് ഘീ ബട്ടർ എന്തെങ്കിലും ഇട്ടാൽ ഒന്നും കൂടി ഒരു ആഡഡ് ടേസ്റ്റ് കിട്ടും നമുക്ക്.